ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ ഇപ്പൊ ക്രിസ്തുമസ് സെലിബ്രേഷൻ ആയില്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ പോസ്റ്റർ നമുക്ക് ഉണ്ടാക്കിയാലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്ത കാണാം, എങ്കിലേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീട്ടിലോട്ട് പോയാലോ. അപ്പൊ നിങ്ങൾ പിക്സാർട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആഡ് ഫോട്ടോയിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നിങ്ങളൊന്ന് ആഡ് ആക്കി കൊടുക്കാം. അപ്പൊ ഇതേപോലത്തെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പിക്ചർ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തുള്ളത് പിന്ററസ്റ്റ് ആപ്പിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്ററസ്റ്റ് ആപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള AI സാന്റാക്ലോസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ കോളേജിന്റെ നെയിം ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്നൊരു നെയിം കൊടുക്കുന്നുണ്ട്, വാരിയർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടിക്ക് ചെയ്യാം. എന്നിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഫോണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കളറൊന്നും ചേഞ്ച് ആക്കുന്നില്ല, ഈ ഒരു വൈറ്റ് കളറിൽ തന്നെയാണ് കേട്ടോ സെറ്റ് ആക്കുന്നത്. എന്നിട്ട് വീണ്ടും ടെക്സ്റ്റ് ഓപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾ പ്രസൻസ് ടെക്സ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ കോളേജിന്റെ വല്ല നെയിമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ്ങിന്റെ നെയിം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം കേട്ടോ. ഇനി നല്ലൊരു കിടിലം ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ട് ഇതിന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് താഴെയുള്ള ആ ഒരു സ്പേസിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ ലെറ്റേഴ്സ് ഒക്കെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എന്നിട്ട് ആ ഒരു വാരിയറിന്റെ ഏരിയന്റെ താഴെയായിട്ട് കൊണ്ടുവയ്ക്കാം. അപ്പൊ നിങ്ങൾക്കിത് താഴെ സെറ്റ് ചെയ്യണമെങ്കിൽ താഴെ സെറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ മുകളിലാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ വല്ല ഐക്കൺ എന്തെങ്കിലും ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് ആഡ് ആക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐക്കൺ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്, അതൊരു സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ആഡ് ചെയ്യാം. നിങ്ങൾ ഏത് ഡേറ്റിനാണ് നിങ്ങളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ ഡേറ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ടൈം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമും ആഡ് ആക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ഈ ഒരു ഡേറ്റിന് കുറച്ച് ഒരു ബോൾഡ് ആയിട്ടുള്ള ഫോണ്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഡേറ്റ് കാണണം, അതേപോലെ തന്നെ ആ ഒരു ഹെഡിങ്ങും കാണണം. ആ ഒരു രീതിയിൽ കൊടുക്കുക ഡേറ്റ്. എന്നിട്ട് ഞാനത് ഒരു സൈഡിലായിട്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം കേട്ടോ. വീണ്ടും ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിസ്തുമസ് സെലിബ്രേഷൻ എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് ഞാൻ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോണ്ടാണ് കേട്ടോ ഇതിൽ കൊടുക്കുന്നത്. ഇനി അതിന്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ആക്കി കൊടുക്കാം. കളർ ചേഞ്ച് ആക്കുന്ന പറഞ്ഞാൽ മൊത്തത്തിൽ ചേഞ്ച് ആക്കല്ല, ഒരു ഷെയ്ഡ് പോലെ കൊടുക്കാം നമുക്ക്. ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗ്രേഡിയൻ കണ്ടോ, കളറിൽ ഗ്രേഡിയൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് കളർ നമുക്കൊരു റെഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കാൻ നേരം അതിന്റെ ആ ഒരു പൊസിഷൻ ചേഞ്ച് ആവുന്ന കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാം. അപ്പൊ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഒരു ഫോണ്ട് ആ ഒരു ഡബിൾ കളറിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ മുകളിൽ ഒന്ന് സേവ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് അലൈറ്റ് മോഷനിലാണ് നമ്മൾ ബാക്കിയുള്ള എഡിറ്റിങ് ചെയ്യുന്നത്. അപ്പൊ അലൈറ്റ് മോഷൻ ഒന്ന് ഓപ്പൺ ആക്കാം. എന്നിട്ട് പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് താഴെയുള്ള ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിക്ക് ഇതിലോട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് ബാക്ക് ഇറങ്ങിയിട്ട് കോഡ് FML എന്നുള്ള ഒരു ആപ്പ് കയറുക. എന്നിട്ട് അതിൽ നിങ്ങൾ മലയാളത്തിൽ നിങ്ങളുടെ ഹെഡിങ് നിങ്ങളിപ്പോൾ ഒരു ക്രിസ്തുമസ് ഇപ്പോൾ നിങ്ങളൊരു നെയിം ഇട്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു നെയിം ഇവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബ്ലൂ കളറുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന നേരം അത് കോപ്പി ആവും. അപ്പൊ അതൊന്ന് കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ അലൈറ്റ് മോഷനിൽ നിങ്ങളൊന്ന് ബാക്ക് ഇറങ്ങിയിട്ട് വരിക. എന്നിട്ട് താഴെ കാണുന്നവർ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കാം കേട്ടോ, കാരണം ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് റോബോട്ട് റെഗുലർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഓൾറെഡി ഇവിടെ എനിക്ക് മലയാളം ഫോണ്ട് ഉണ്ട്. ഇനി മലയാളം ഫോണ്ട് എങ്ങനെയാണ് ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു 3 ലൈൻ ഉണ്ട് സൈഡിൽ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മലയാളം ഫോണ്ട് ഒരുപാട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യുന്ന നേരം അത് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു അലൈറ്റ് മോഷനിലോട്ട് ഇമ്പോർട്ട് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു മലയാളം ഫോണ്ടിന്റെ ലിങ്ക് ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ഫോണ്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടാണ്. ഇനി ആ ഒരു ഫോണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം താഴെ കളർ ആൻഡ് ഫില്ല് എന്നുണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആ ഒരു 4ാമത്തെ ഒരു സ്റ്റാർ ഇട്ട ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട്
സെലക്ട് മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പിക്ചർ ഞാൻ ഇപ്പോൾ ഇതിലോട്ട് സെലക്ട് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പിക്ചറിലുള്ള പാറ്റേൺ തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു ഫോണ്ടിൽ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെലക്ട് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും പിക്ചർ ആഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഗാലറിയിൽ പോയി ഇതേപോലെ ആഡ് ആക്കിയാൽ മതി. എന്നിട്ട് വീണ്ടും ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയിട്ട് 2K24 എന്ന് ഞാൻ അവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫോണ്ട് ഒന്ന് സെലക്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒത്തിരി ഫോണ്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോണ്ട് ഒന്ന് സെലക്ട് ആക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ഫോണ്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ ആ ഒരു ഫോണ്ടിൽ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഒരു ടെക്സ്ചർ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ആ ഒരു 2K24 ഞാൻ മുകളിലായിട്ട് വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇപ്പം ഞാൻ മുകളിലായിട്ട് കൊണ്ടുവയ്ക്കുകയാണ്. ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്, എനിക്ക് സൂട്ട് ആവുന്നില്ല. ഇപ്പം ഞാൻ മുകളിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇനി ആ ഒരു മലയാളം ഫോണ്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ എടുപ്പ് തോന്നിക്കണമെങ്കിൽ താഴെ ബോർഡർ ആൻഡ് ഷാഡോ എന്നുള്ളതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതൊന്ന് സ്ട്രോക്ക് ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേ കുറച്ച് ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ ഷാഡോ ഒരു വൈറ്റ് കളറും ആക്കി കൊടുക്കാം. അപ്പോൾ ഏറ്റവും താഴെയാണ് ഷാഡോ വൈറ്റ് കളർ ആക്കിയിട്ട് അതിൻ്റെ പൊസിഷൻ ഒക്കെ മാറ്റാൻ നേരം നമുക്കത് കറക്റ്റ് എങ്ങനെ മാറുന്നതെന്ന് നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയക്ക് അനുസരിച്ച് അതിൽ ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. അപ്പം നിങ്ങൾ ആ ഒരു മലയാളം ഫോണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ ടെക്സ്റ്റും കാര്യങ്ങളും ആഡ് ആക്കിയാൽ മതി കേട്ടോ. കണ്ടോ, എൻ്റെത് ആഡ് ആക്കിയപ്പോൾ കൊണ്ടോ കുറച്ച് സ്പേസ് അവിടെ കിടക്കുന്നത്. അപ്പം നിങ്ങളത് ചെയ്ത ശേഷം ടെക്സ്റ്റ് ആഡ് ആക്കിയാൽ മതി. ഇനി നിങ്ങൾക്ക് ആ ഫോണ്ടിൽ സാന്റാ ക്യാപ്പൊക്കെ വെക്കണമെങ്കിൽ പിക്സാർട്ടിൽ സ്റ്റിക്കറിൽ പോയാൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി ക്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി ഇതൊന്ന് സേവ് ആക്കാം. അപ്പം മുകളിൽ കാണുന്ന ഒരു ഏരയിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് PNG തന്നെ സേവ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് കാണും വരെ ബൈ.